ഭക്ഷണം മരുന്ന് പോലെ കഴിച്ചാൽ പിന്നീട് മരുന്ന് കഴിക്കണ്ട, അല്ലെങ്കിൽ ഇതിന് വിപരീതം ചെയ്താൽ ആഹാര കണക്കെ മരുന്ന് കഴിക്കണം, അതിലിപ്പോഴും പ്രസക്തിയുണ്ടോ? ജീവിതം നിലനിൽക്കുന്നിടത്തോളം കാലം ജീവൻ നിലനിർത്തണമെങ്കിൽ അല്ലേ, ആഹാരം ഔഷധപൂർണമായി കഴിച്ചാൽ ഔഷധം തന്നെ ആഹാരമല്ലേ. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് അവൻ ഇമ്മോർട്ടൽ ആണെന്നുള്ളതാണ്. നോബഡി ഈസ് ഇമ്മോർട്ടൽ. മേലോട്ടെടുക്കുന്ന ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ തീരാം ജീവിതം. ദാറ്റ്സ് എ ഷോർട്ടസ്റ്റ് വേ ഓഫ് എക്സ്പ്ലെയിനിങ് ലൈഫ് അല്ലേ. മേലോട്ടെടുത്ത ശ്വാസം നമുക്ക് ജീവിതം എന്ന സാഗരമൊഴിയിൽ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിക്കാം. ഇത് തിരിച്ചു വന്നില്ലെങ്കിൽ തീർന്നു. കറക്റ്റ് അല്ലേ വിഷ്ണു? അപ്പം അടിസ്ഥാനപരമായി നമുക്കിത് നിലനിർത്തിക്കൊണ്ട് പോയാൽ ഇതിൻ്റെ വിസ്മയം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇപ്പം വിഷ്ണു എന്ന ഇതൊരു വിസ്മയമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. യെസ് ഓർ നോ? യു ആർ എൻ ഇൻക്രെഡിബിൾ ബ്ലെസ്സിങ് അല്ലേ, ഇൻക്രെഡിബിൾ ക്രിയേഷനാണ്. ഇന്നത്തെ AI കാണുമ്പോൾ തന്നെ നമ്മൾ വാവ് എന്ന് പറയാം. അപ്പം എനിക്ക് വിഷ്ണുവിനെ പോലെ വേറൊരു മോഡൽ ഇല്ല. ഇനിയിപ്പം വിഷ്ണുവിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ പോലും there is nothing such as a recreation of Vishnu. Yes or no? ക്ലോണിംഗ് ഉണ്ട് അവിടെ. End of the day it is not exact copy of what it is. very much. Original is always original. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റിയെ എന്തുമാത്രം വിഷ്ണു ഓണർ ചെയ്യുന്നു എന്നുള്ളിടത്താണ് വിഷ്ണുവിൻ്റെ ലൈഫിൻ്റെ മാജിക് ഇരിക്കുന്നത്, ഞാനല്ലല്ലോ. സോ ഹൗ മച്ച് ഡു യു ഇവാലുവേറ്റ്, ഹൗ മച്ച് ഡു യു വാല്യൂ യുവർ ക്രിയേഷൻ? താങ്കൾ എത്ര മിനിറ്റ് കണ്ണാടി നോക്കുന്നുണ്ട്, എത്ര മിനിറ്റ് താങ്കളോട് സംസാരിക്കുന്നുണ്ട്, താങ്കളുടെ ഫുഡ് പ്ലാനിനെ പറ്റി താങ്കൾ എന്തുമാത്രം എഡ്യൂക്കേറ്റ് ചെയ്തിട്ടുണ്ട്, താങ്കളുടെ ഗട്ട് എന്ന് പറയുന്നതിനെ താങ്കൾ എന്തുമാത്രം സ്റ്റഡി ചെയ്തിട്ടുണ്ട്, താങ്കൾ ആർക്കമിഡീസ് പ്രിൻസിപ്പിളും കോസ് തീറ്റയും ടാൻ തീറ്റയും അല്ലേ, നമ്മൾ സ്വന്തം തീറ്റയെ പറ്റിയല്ലേ ആദ്യം പഠിക്കണ്ടേ? ശരിയല്ലേ? ശരി. ഒരു മൊഴിയാട്ടം ഉണ്ടല്ലോ ഇപ്പോൾ ഏതെങ്കിലും ഫുഡ് പ്രസന്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ്, ആ ഒരു മേക്ക് ബിലീഫ് പലപ്പോഴും ഒരുപാട് രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്നില്ല എന്നുള്ളൊരു വശം എനിക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആളുകൾക്ക് എള്ളുണ്ട കൊടുക്കുന്നു. എള്ളുണ്ട കൊടുക്കുന്നതിന് മുമ്പ് അവരോട് ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്, ഇത് നിങ്ങൾ കഴിച്ചിട്ടുള്ള ജീവിതത്തിൽ കഴിച്ച ഏറ്റവും നല്ല എള്ളുണ്ടയാണ്, ഇതുപോലെ ഇത്രയും ടേസ്റ്റുള്ള എള്ളുണ്ട നിങ്ങൾ കഴിക്കാൻ വഴിയില്ല. ഇങ്ങനെ പറയുന്നത് വഴി, അങ്ങനെ ഒരു മേക്ക് ബിലീഫ് ഉണ്ടാക്കുന്നത് വഴി കുറച്ചുകൂടി മാർക്കറ്റിംഗ് സാധ്യത എളുപ്പമാവുന്നില്ലേ? അടിസ്ഥാനപരമായി വേർഡ് എന്ന് പറയുന്നത് സ്പെല്ലിംഗ് ആണ് അല്ലേ. സ്പെൽ, മാജിക് സ്പെൽ, എന്തിനേയും നല്ലതായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു ഔചിത്യ ബോധം എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? അപ്പം നമ്മളൊരു എള്ളുണ്ട കൊടുക്കുമ്പോൾ ആ എള്ളിൻ്റെ ബാക്കിൽ എന്തുമാത്രം ഞാൻ ഹോംവർക്ക് ചെയ്തു. ഉസൈൻ ബോൾട്ട് 2 മിനിറ്റ് ഓടിയതേ വിഷ്ണുവിന് അറിയാവും. ഞാനത് കോൺഫിഡൻറ്റോടുകൂടി ഒരു മീഡിയ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഉള്ളിടത്ത്, മീഡിയ എടുത്താ പറയുന്നത്, അവരെൻ്റെ അടുത്ത് ചങ്ക് പറിച്ച് നിന്ന് എന്നെ സ്നേഹിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ ഈ പറഞ്ഞ നെപ്പോട്ടിക് കിഡോ പൊളിറ്റിക്കൽ കിഡോ ഒന്നുമല്ല, പാവപ്പെട്ട ഒരു കൊപ്ര കച്ചവടക്കാരൻ്റെ കൊച്ചുമോനെ. മനസ്സിലായില്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവിന് ഞാൻ ആ എള്ളുണ്ട തരുമ്പോൾ, ഇപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ വിഷ്ണുവിനും ആ എള്ളുണ്ട തരും, തേങ്ങാപ്പീരയിട്ട് ആ എള്ളുണ്ട തരും. ആ എള്ളുണ്ട കഴിച്ചിട്ട് വിഷ്ണു പറയണം, ഇതിനെക്കാട്ടിയും ബെസ്റ്റ് എള്ളുണ്ട ഞാൻ കഴിച്ച ദിവസം ഉണ്ടായിരുന്നു, അത് ഇന്ന ആളുടെ കയ്യിലാണ്, ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ അവിടെ പോയി എള്ളുണ്ട. ഇന്നസെന്റ് പറഞ്ഞ കണക്ക് എൻ്റെ സ്വന്തം ചെലവിൽ ഞാൻ വരും. ആ കോൾ എടുക്കാൻ ഞാൻ റെഡിയാണ്. ബിക്കോസ് വൈ? ഐ ഡു മൈ ഹോംവർക്ക് വെരി വെൽ. ഞാൻ എൻ്റെ എള്ള് കഴുകി ഉണക്കി മുളപ്പിച്ച് ഇതെല്ലാം പ്രോസസ്സാണ്. അത് നുറുക്കി ഞാൻ യൂണിറ്റിൽ നിന്ന് കോട്ടയത്ത് എത്തിച്ച് അതിനകത്ത് ഞാൻ നാടൻ ശർക്കരയും നാടൻ കരിപ്പട്ടിയും ചേർത്തിടിച്ച് അത് ചുമന്ന് താങ്കൾക്ക് ഇവിടെ കൊണ്ടുവന്ന് തരുമ്പോൾ അത് വേൾഡിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കണം, പിന്നെ വേൾഡിലെ ബെസ്റ്റ് ആയിരിക്കണം. നിർബന്ധ ബുദ്ധിയുണ്ട്. അതെ, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം 1000 റെസിപ്പി അറിയാവുന്നവനെ എനിക്കൊരു പേടിയില്ല. എനിക്ക് ഒരു റെസിപ്പി 1000 വട്ടം അടിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് പേടിയാണ്. താങ്കൾ ഇപ്പോഴും സംസാരിച്ചതിൻ്റെ ഒരു എള്ളുണ്ടയെ പറ്റിയാണ്. ഇന്നും ഞാൻ ഉർവശി ചേച്ചിക്ക് എള്ളുണ്ട കൊടുത്തിട്ടാണ് എവിടെ വന്നിരിക്കുന്നത്. ചേച്ചി എന്ത് പറഞ്ഞു? Of course. She is coming to talk to me. And, is she flattered? Of course. Joshi Chetan got flattered and gave me a call. Nice. And yeah, these are blessings actually. എന്നെ സംബന്ധിച്ചിടത്തോളം yes, I am super excited. Why can't I be? അല്ലേ? ഇവൻ എന്തോടെ എള്ളുണ്ട കൊടുത്തിട്ട് കാണിക്കുന്നതെന്ന് നോക്കുമോ? നീ കൊടുത്ത് കാണിക്കടേ. വിനയം എവിടെ നിന്ന് വരുന്നു എന്നുള്ള കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞപ്പോൾ പോലും ഞാനൊരു കൊപ്ര കച്ചവടക്കാരൻ്റെ കൊച്ചുമകനാണെന്നാണല്ലോ പറഞ്ഞത്. പക്ഷെ ഒരു എയർപോർട്ടിന്റെ മുഴുവൻ ഗവേണൻസ് നോക്കിയിരുന്ന ഒരു അച്ഛൻ്റെ മകനാണെന്ന് ബോധവും പറയുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ഈ വിനയം എത്രമാത്രം കലർപ്പില്ലാത്തതാണ്? ജെനറ്റിക്സ് അല്ലേ ബേസിക്കലി. നമ്മൾ മണി മേക്സ് യു റിച്ച് എന്നാ വിഷ്ണു, ബ്ലഡ് മേക്സ് യു റോയൽ. ഷോ ദ ക്വാളിറ്റി ഓഫ് യുവർ ബ്ലഡ്, നോട്ട് യുവർ മണി.
ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. എന്നെ സംബന്ധിച്ചോളം എൻ്റെ രക്തത്തിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഉം, പട്ടിയെ വാങ്ങിക്കുമ്പോഴും വിഷ്ണു ഉം, നമ്മൾ ബ്ലഡ് നോക്കിയല്ലേ വാങ്ങിക്കുന്നത്, ഉം, അല്ലേ? ഉം. ബ്ലഡ് ലൈൻ, ബ്രിട്ടണിൽ നിന്ന് വന്ന ബ്ലഡ്, ഞാൻ കുറച്ചുകൂടി സ്നേഹമാണ് നോക്കുന്നത്. അത് ക്വാളിറ്റിയാണ്. ഞാൻ- ബേസിക്കലി ചിലത് നമ്മൾ എത്ര വളർത്തിയാലും ചടിപ്പൊക്കളയും. യെസ് യെസ്. പക്ഷെ നല്ല തന്തയ്ക്ക് പിറന്ന ക്വാളിറ്റിയുള്ള ബ്ലഡ് ലൈനിലുള്ള ആണായാലും പെണ്ണായാലും ഡോഗായാലും ഹോസായാലും എന്തായാലും, നമ്മൾ ആനിമലിൻ്റെ കാര്യത്തിൽ ഇത്രയും ജനറ്റിക്സ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യത്തിൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യാം. നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാം. ഇതെല്ലാം പഠിച്ചൊന്നും ആരും വരുന്നില്ല. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ല, പെഡിഗ്രിയെ പറ്റിയല്ല. ഞാൻ ചോദിക്കുന്നത് ഈ വിനയം ഉണ്ടല്ലോ, അത് വിനയമല്ല, അത് ഫാക്റ്റ് ആണ്. ഐ ലവ്. കാരണം ഇന്നും പലരും എൻ്റെ അടുത്ത് തേങ്ങാപ്പാല്, കൊപ്പറ, ഈ പറയുന്ന ആളൊക്കെ കാന്താരി മുളക്, കരിവേപ്പില. എൻ്റെ സിമ്പിൾ ചോദ്യം, അമ്മയുടെ മുലപ്പാലും തേങ്ങാപ്പാലും കുടിച്ച് വളർന്ന ഞാൻ പിന്നെ ഒട്ടകപ്പാലിനെ ഈത്തപ്പഴത്തിനെ പറ്റി പറയണം. അപ്പോൾ എൻ്റെ ക്വാളിറ്റി, ഞാൻ ബിലോങ്ങിങ്നെസ് ആണ്. എനിക്ക് 4, ഇപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞേ, മുരളീധരൻ. അച്ഛൻ്റെ പേര് അപ്പു. അതിൻ്റെ അച്ഛൻ്റെ പേര് ഗോവിന്ദ്. അതിൻ്റെ അച്ഛൻ്റെ പേര് അറിയില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ 4 തന്തമാരുടെ പേര് ഡയറി കൊണ്ട് കിടക്കാത്ത നമ്മളാണ് ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിച്ചോളൂ. എന്നെ സംബന്ധിച്ചോളം അറിയാവുന്നത് എൻ്റെ അച്ഛൻ്റെ അച്ഛനെ. അത് ഞാൻ അറ്റ്ലീസ്റ്റ് ഇനി വരുന്ന തലമുറയ്ക്ക് ഒരു തെറ്റ് പറ്റാൻ പാടില്ല. സ്റ്റാമ്പിങ് കൂടി ഉണ്ട് അവിടെ, അല്ലേ? ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകന് ഇത് കണക്ട് ചെയ്യും. അവനെന്തായാലും 4 തന്തമാരിൽ അത് ലിമിറ്റ് ചെയ്യരുതെന്നുള്ളൊരു ആഗ്രഹം, അല്ലേ? നമ്മൾക്ക് എന്താ പറ്റുന്നത്? നമുക്ക് ജനറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ജനറേഷന് നമ്മളൊരു ട്രഡീഷൻ പറഞ്ഞു കൊടുത്താൽ അവർക്കൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എനിക്ക് തേങ്ങ കൊണ്ട് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ, ഞാൻ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ട് ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഉണ്ടോ? അല്ല, അത് ക്രിയേറ്റ് ചെയ്യാൻ അപ്പുറത്തെ സൈഡിൽ ആളുകളുണ്ടല്ലോ, ഏഷ്യയിൽ തന്നെ. ഞാൻ മറ്റൊരു വശത്തേക്ക് ചോദിച്ചോട്ടെ, ഇപ്പം ഈ തേങ്ങ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇപ്പം ഹെൽത്ത് സൈഡ് വെച്ച് നോക്കുമ്പോൾ, സയൻറ്റിഫിക്കലി നോക്കുകയാണെങ്കിൽ പല പല കാര്യങ്ങളിൽ വെളിച്ചെണ്ണയേക്കാൾ മുകളിലാണ് ഒലീവ് ഓയിൽ. അപ്പോൾ ഈ വെളിച്ചെണ്ണ എങ്ങനെയാ റെസ്പോൺസിബിളി പ്രൊമോട്ട് ചെയ്യാന്നാണ്? അടിസ്ഥാനപരമായി താങ്കൾ ഏത് മണ്ണിൽപ്പെട്ടവനാണ് എന്നുള്ളതാണ്. കൾച്ചറലി സ്പെസിഫിക് ആണ്. You have to respect your cultural taste. Olive is not my culture, part of my culture. എൻ്റെ സ്കിൻ, എൻ്റെ ഹെയർ, എൻ്റെ ലുക്ക്, എൻ്റെ ഗട്ട്, ഇതെല്ലാം ലവ് ചെയ്യുന്ന എൻ്റെ ഓരോ സെൽസ്, 70 ട്രില്യൺ സെൽസ് അല്ലെങ്കിൽ 60 ട്രില്യൺ സെൽസ്. കാരണം you are 60% ബാക്ടീരിയ and 40% human. That's a human body. You got my point. So this 60% is not worried about Archimedes or Microsoft or Bill Gates. This 60% is only worried about the vitamins and minerals. അല്ലേ? എന്താണ് താങ്കൾ ബോഡിയിൽ ഇൻജെക്ട് ചെയ്യുന്നു എന്നുള്ളത്. I am bothered about them. That they will take care of my 40%. So അവർക്ക് ഇഷ്ടം എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ കുത്തരിച്ചോറ്, കാന്താരി ചമ്മന്തി, കടുമാങ്ങ അച്ചാർ, നല്ല കട്ടത്തൈര്, ചെറിയ ഉള്ളി, കാന്താരി മുളക്, ഇതൊക്കെ ഞവടിയിട്ട് ഉണക്കമീനും ചുട്ട പപ്പടവുമായിട്ട് കഴിക്കുന്നതെന്ന് പറയുമ്പോൾ വായിക്കൂടെ വെള്ളം വരും. സായിപ്പിന് വരത്തില്ല. Because that 60% people or that 60% of your bacteria is not listening and doesn't understand.